ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 2-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേ നമുക്ക് ലഭിച്ചിരിക്കുന്ന വായനകൾ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുന്നു, വിവേകികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുവെന്ന. ദൈവത്തിന്റെ മുമ്പിൽ ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടെ നമ്മൾ വ്യാപരിക്കുന്നുവെങ്കിൽ, നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമുക്ക് ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുമെന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശിശു സഹജമായ മനസ്സെന്താണ്? ഒരു ശിശുവ് എങ്ങനെയാണോ തന്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്, അതുപോലെ ഈശോയെ ആശ്രയിക്കാൻ, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ, എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും ജ്ഞാനവും ഞാൻ നിനക്ക് നൽകുമെന്ന. നമ്മൾ ദൈവത്തെ വിളിക്കണം, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട്. നമ്മുടെ ദൈവത്തെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും. ആ ഒരു പ്രതീക്ഷയോടുകൂടെ, ആ ഒരു വിശ്വാസത്തോടുകൂടെ ആഗമനകാലത്തിന്റെ ഈ ദിവസങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിലാണ് ഈശോ ജനിക്കേണ്ടത്. ഈശോയുടെ സുവിശേഷം ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അത് ഭോഷത്വമായിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, കുരിശിന്റെ വഴി ഭോഷത്വത്തിലൂടെ, തിന്മയിലൂടെ ചരിക്കുന്നവർക്ക് അത് ഭോഷത്വമായിട്ട് തീരുമെന്ന പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശിശു സഹജമായ മനസ്സോടുകൂടെ ഈ ആഗമനകാലത്തിൽ ആയിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ മുമ്പിലായിരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈ വിശുദ്ധ കുർബാനയിൽ അങ്ങായിരിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, പലപ്പോഴും ബുദ്ധി കൊണ്ട്, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. പലതിനെയും ബുദ്ധി കൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു പോയിട്ടുണ്ട്. ഈശോയെ, ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നില്ലേ, ബുദ്ധി കൊണ്ടല്ല, ഒരു ശിശുവിനെ പോലെ ഈശോയെ നിന്നെ ആശ്രയിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ യാത്രകളെ സുരക്ഷിതമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ വെയിൽ കെട്ടി സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈശോയെ നീ എന്നും നിന്റെ സംരക്ഷണത്തിന്റെ വലയത്തിൽ അവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മക്കളുണ്ട് ഈശോയെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ഈശോയെ, നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോയെ, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട് ഈശോയെ. മരുന്നോ ലേപനമോ അല്ല, എൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്ന അരുൾ ചെയ്ത ഈശോയെ, എല്ലാ രോഗികളെയും നിന്റെ വചനത്താൽ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.